ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അന്ന് ഒരു ധവളപത്രം ഞങ്ങൾ പുറത്തിറങ്ങി. ശ്രീ വി ഡി സതീശൻ കൺവീനറായിട്ട് ഒരു കമ്മിറ്റിയാണ് പുറത്തിറക്കിയത്. ആ ധവളപത്രത്തിൽ ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെ പോവുകയാണെങ്കിൽ 2024 ആകുമ്പോൾ ട്രഷറി കൂട്ടേണ്ടി വരും. ഗവൺമെന്റ് അത് ശ്രദ്ധിച്ചില്ല. വീണ്ടും ഒരു ധവളപത്രം കൂടി UDF ഇറക്കി, അതും ഗവൺമെന്റ് ശ്രദ്ധിച്ചില്ല. അപ്പോൾ കേരളം നേരിടുന്ന ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി ഈ ഗവൺമെന്റിന് മാറി നിൽക്കാൻ കഴിയില്ല. കേന്ദ്ര അവഗണന ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെന്റുമായി സംസാരിക്കണം, അവരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്തണം. പക്ഷെ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കണ്ടില്ല എന്ന് നമുക്ക് കാണിക്കാൻ കഴിയുമോ? കേന്ദ്ര അവഗണന ഇതിന്റെ ധനപ്രതിസന്ധിയുടെ ഒരു ഭാഗം മാത്രമാണ്. സംസ്ഥാനത്തെ കെടുകാര്യസ്ഥതയും ധനകാര്യ മാനേജ്മെന്റിന്റെ അപാകതയും കണ്ടില്ല എന്ന് നടിക്കാൻ നമുക്ക് കഴിയുമോ? ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? സർക്കാർ ജീവനക്കാരുടെ DA കൊടുക്കുന്നില്ല, എത്ര മാസമായി? അതുപോലെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല, എത്ര നാളായി? അപ്പൊ അനിയന്ത്രിതമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളം കൂപ്പുകുത്തുകയാണ്. ഇങ്ങനെ പോയാൽ നമ്മൾ എവിടെ ചെന്നിക്കും? അപ്പോൾ ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റ് മാറി നിൽക്കാൻ കഴിയുമോ? കേന്ദ്ര ഗവൺമെന്റിനെതിരെ നമുക്ക് സമരം ചെയ്യാം, ഞാൻ തെറ്റുന്നു. പക്ഷേ UDF സമരത്തിന് വിളിച്ചിട്ട് ഞങ്ങൾ UDF യോഗം കൂടി തീരുമാനിക്കാമെന്ന് പ്രതിപക്ഷ നേതാവും ഉപനേതാവും പറഞ്ഞതിന് പിറ്റേ ദിവസം AKG സെന്ററിൽ യോഗം കൂടി തെരഞ്ഞെടുപ്പിന് സമരത്തിന്റെ ഡേറ്റ് പ്രഖ്യാപിക്കാനുണ്ടായത്. അപ്പൊ ഞങ്ങൾ വരണമെന്നുള്ള നിർബന്ധമൊന്നും അവർക്കില്ല. മനഃപൂർവ്വം ഞങ്ങളെ വിളിച്ചു എന്ന് വരുത്താൻ വേണ്ടി ശ്രമിച്ചതാണ്. അങ്ങനെ അവരുടെ പുറകെ പോകേണ്ട ഗതികളൊന്നും ഞങ്ങൾക്കില്ല. അപ്പോൾ ഇത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നോക്കിക്കണ്ടുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് വെടിക്കെട്ട് മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനാണ് മനുഷ്യച്ചങ്ങല, അതിനാണ് ഇപ്പോൾ നടത്തുന്ന ഡൽഹിയിലെ സമരം. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. ഇന്നിപ്പോ കേരളത്തിലെ സ്ഥിതി എന്താണ്? സാമ്പത്തികമായി കേരളം തകർന്നു, ഒരു വികസന പ്രവർത്തനം നടക്കുന്നില്ല. നാട്ടിൽ 5000 രൂപ പോലും ട്രഷറിയിൽ നിന്ന് മാറാൻ കഴിയാത്ത അവസ്ഥയാണ്. വികസന രംഗത്ത് പരിപൂർണമായ സ്തംഭനം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുത്ത പണം പോലും ട്രഷറിയിൽ മാറിക്കിട്ടാത്ത അവസ്ഥയാണ്. MLA-മാരുടെ ഫണ്ട് പോലും പണി ചെയ്താൽ ട്രഷറിയിൽ മാറിക്കിട്ടുന്നില്ല. വികസനം പരിപൂർണമായി തകർന്നിരിക്കുന്നു, സ്തംഭിച്ചിരിക്കുന്നു. ഇതുപോലൊരു അവസ്ഥ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. വികസനമില്ല, ക്ഷേമപദ്ധതിയില്ല. ഇങ്ങനെ സമ്പൂർണമായ ഭരണ തകർച്ച നേരിടുന്ന ഗവൺമെന്റിനെ രക്ഷിക്കാൻ കേന്ദ്ര സമരം എന്ന പഴയ പല്ലവിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പാർട്ടിയും സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഈ സമരം ആത്മാർത്ഥതയില്ലാത്ത സമരമാണ്. ആദ്യം സ്വന്തം വീട് നന്നാക്കിയിട്ട് വേണം മറ്റുള്ളവരെ നന്നാക്കാൻ. ഇവിടുത്തെ ഗുരുതരമായ അഴിമതിയും കൊള്ളയും അതുപോലെ തന്നെ ധൂർത്തും പാഴ്ചെലവുകളും നിയന്ത്രിച്ച് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കാൻ തയ്യാറാകാത്ത ഈ ഗവൺമെന്റ് എങ്ങനെയാണ് മറ്റുള്ളവരെ കുറ്റം പറയേണ്ടത്? കേന്ദ്രം ന്യായമായി കേരളത്തിന് നൽകേണ്ട കാര്യങ്ങളൊക്കെ നൽകണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിനുവേണ്ടി ഞങ്ങളുടെ MP-മാർ പാർലമെന്റിൽ സംസാരിക്കുകയും കാര്യങ്ങൾ മൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ടുള്ള ഒരു എക്സസൈസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ സാധ്യമല്ല.